2024 ജൂൺ 18-നാണ് പരാതിക്കാസ്പദമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ബെൻജോ ബേബിക്കും ഭാര്യ ഷൈമോൾക്കും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് സമീപം റെയിൽവേ സ്റ്റേഷൻ എതിർവശത്ത് ടൂറിസ്റ്റ് ഹോം ബിസിനസ്സാണ്. ബെൻജോ പറയുന്നതനുസരിച്ച് ഒരു ദിവസം രാത്രി അവരുടെ ഹോട്ടലിന് എതിർവശത്ത് നിന്ന് പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ബെൻജോ അതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഫ്തിയിൽ ബെൻജോയുടെ ഹോട്ടലിലേക്ക് എത്തിയ പോലീസ് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. 3 മാസം ഗർഭിണിയായ ഷൈമോളെയും കൂട്ടി സ്കാനിങ്ങിന് പോകാൻ ഒരുങ്ങവെയായിരുന്നു പോലീസ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് ബെൻജോ പറയുന്നത്. സ്കാനിങ്ങിന് പോകാനുണ്ടെന്നും വൈകിട്ട് എത്താമെന്നും പോലീസിനോട് പറഞ്ഞതായാണ് ബെൻജോ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയത് എന്തിനെന്നറിയാതെ ഇരട്ടകളായ 2 കൈക്കുഞ്ഞുങ്ങളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഷൈമോൾ കാണുന്നത് ബെൻജോയ്ക്ക് ചുറ്റും നിരവധി പോലീസുകാർ കൂടി നിന്ന് ഉപദ്രവിക്കുന്നതായിരുന്നു. തന്നോട് ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാനും മറ്റും സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു അവരെന്നാണ് ബെൻജോ ഓർത്തെടുക്കുന്നത്. ഇത് കണ്ട് നിലവിളിച്ച ഷൈമോളെ പിടിച്ചു നിർത്താൻ വനിതാ പോലീസ് ശ്രമിക്കുന്നതിനിടെ CI പ്രതാപചന്ദ്രൻ എത്തി പുറത്തു പോകാനോ മറ്റോ ആവശ്യപ്പെടുന്നതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. കരഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് ചെന്ന ഷൈമോളെ ആദ്യം നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും കരണത്തടിക്കുകയുമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി പലതും തല്ലി തകർക്കാനൊക്കെ ശ്രമിച്ച ഷൈമോളെ പിടിച്ചു നിർത്താൻ വനിതാ പോലീസിന് കഴിയാതെ വന്നപ്പോൾ സ്വാഭാവിക പ്രതികരണം എന്നോണമാണ് തല്ലിയത് എന്നാണ് നിലവിൽ അരൂർ SHO ആയ പ്രതാപചന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തോ മുൻകൂട്ടി പദ്ധതിയിട്ട പോലെ സ്റ്റേഷനിലേക്ക് എത്തി കുട്ടികളെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ബെൻജോയ്ക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നും ആരോപിക്കുന്നുണ്ട് പ്രതാപചന്ദ്രൻ. എന്നാൽ തനിക്കെതിരെ പെറ്റി കേസുകൾ മാത്രമാണുള്ളത് എന്നാണ് ബെൻജോ വിശദീകരിക്കുന്നത്. ഏകദേശം 1 വർഷത്തിലധികം നിയമ പോരാട്ടം നടത്തിയ ശേഷമാണ് ഷൈമോൾക്ക് അന്നത്തെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചത്.